അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം പിണറായി വിജയൻ രാഷ്ട്രീയം തുടങ്ങുമ്പോൾ പൊതുപ്രവർത്തനം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി എന്തായിരുന്നു. ഈ കഴിഞ്ഞ കാലങ്ങളിൽ വീണയുടെ കമ്പനി അല്ലാതെ മറ്റെന്തെങ്കിലും വരുമാനം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് അദ്ദേഹത്തിൻ്റെ ആസ്തി എന്താണ്? അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വസതിക്ക് 3.5 ലക്ഷം രൂപയാണ് മാസ വാടക. കണ്ടോൺമെൻറ് ഹൗസും AKS സെൻറ്ററിലെ ഫ്ലാറ്റിനും പുറമെയാണ് ഈ 3.5 ലക്ഷം രൂപയുടെ വീട് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങയുടെ ഞാൻ ഒരു പേഴ്സണൽ കാര്യങ്ങൾ പറയില്ല, അങ്ങയുടെ കുടുംബം ജീവിക്കുന്ന എങ്ങനെയാണെന്ന് നന്നായിട്ട് അറിയാവുന്ന, അത് കണ്ട് അങ്ങയെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങയുടെ 2 മക്കൾ അധ്വാനിച്ച് ദൈനംദിനം തൊഴിലെടുത്ത് ജോലി ചെയ്യുന്നവരാ. സ്ഥല സഖാക്കളുടെ മക്കളൊക്കെ അങ്ങനെ ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ പിണറായി വിജയൻ്റെ 2 മക്കളും എവിടെയാണ്? അവരുടെ ആസ്തി എന്താണ്? അവരുടെ ആസ്തിയിലേക്ക് പിണറായി വിജയൻ്റെ അധികാരം ഉപയോഗിച്ച് എത്തിപ്പെട്ടിട്ടുള്ള പണത്തിൻ്റെ കയ്യും കണക്കുമില്ലാന്ന് എന്നേക്കാൾ നന്നായി അറിയാവുന്ന ഒരാളാണ് അങ്ങ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പിന്നെ അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ പാർട്ടിയെ ഏതർത്ഥം വരെ അങ്ങയുടെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സഖാവായതുകൊണ്ട് അങ്ങേ അത് പറയുന്നു. ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇവിടുത്തെ സഖാക്കളുടെ മക്കൾ എങ്ങനെ ജീവിക്കുന്നു? എന്തിനു വേണ്ട ഇന്ന് ഈ പിണറായി വിജയൻ്റെ വീടിന് മുമ്പിൽ ആക്രമണം നടത്തിയ ആ പാവപ്പെട്ട സഖാക്കളുടെ വീട്ടിലെ അവസ്ഥ ഇന്ന് എന്താണ്? അവരിന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ പ്രകോപനം സൃഷ്ടിച്ചില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കോൺഗ്രസ് ആഭ്യന്തര വകുപ്പിനോടൊരു ചോദ്യം കൂടെ ചോദിക്കാറുണ്ട്. അവിടെ പ്രകോപനം സൃഷ്ടിച്ച CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി, MLA മാർ, ജില്ലാ സെക്രട്ടറി, അതോടൊപ്പം ഈ റെയ്ഡിന് ശേഷം പുറത്തു വന്ന് പിണറായി വിജയൻ കലാപാഹ്വാനമാണ് ചെയ്തത്. ആ കലാപാഹ്വാനം ചെയ്തതിനും സംഘർഷങ്ങൾക്ക് ആഹ്വാനം ചെയ്തതിനും പിണറായി വിജയനെതിരെ കേസെടുക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാണോ? അതല്ല ചെയ്യേണ്ടത്.